Next is about the apparatus for paper electrophoresis. ഈ ഒരു ഫിഗറിൽ യു ക്യാൻ സീ ദാറ്റ് രണ്ട് ട്രഫ് ഉണ്ടല്ലേ, ബഫർ ഹോൾഡ് ചെയ്യാനുള്ള ഒരു രണ്ട് ട്രഫ് കാണാൻ പറ്റുന്നുണ്ട്. ഈ രണ്ട് ട്രഫിലാണ് വാട്ട് വി ആർ ലോഡിങ് ദ ബഫർ. ഈ ബഫറിൽ കണക്റ്റഡ് ആയിട്ട് രണ്ട് ഇലക്ട്രോഡ്സ് കീപ്പ് ചെയ്തിട്ടുണ്ടാവും. ഒന്ന് കാത്തോഡ് ആയിരിക്കും, ഒന്ന് ആനോഡ് ആയിരിക്കും. ഈ രണ്ട് ഇലക്ട്രോഡ്സും എവിടെ കണക്റ്റഡ് ആയിരിക്കും? പവർ സപ്ലൈയിൽ കണക്റ്റഡ് ആയിരിക്കും. ദെൻ അവർ മെയിൻ തിങ് ഈസ് ദി സ്റ്റെബിലൈസിങ് മീഡിയ. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റെബിലൈസിങ് മീഡിയ എന്താണ്? ഫിൽറ്റർ പേപ്പർ ആണ്. പൊതുവെ വാട്സ്മാൻ നമ്പർ 1 ഫിൽറ്റർ പേപ്പർ ആണ് കഴിയുന്നത് കമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ട് കിട്ടും അത്. അപ്പോൾ അതാണ് നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് യൂസ് ചെയ്യാം. ആൻഡ് യു ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് അബൌട്ട് 90 to 95% സെല്ലുലോസ്. ഈ സെല്ലുലോസിന്റെ പേർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ പ്രിവെന്റ് ദ അഡ്സോർപ്ഷൻ ഓഫ് സാമ്പിൾസ് ടു ദി പേപ്പർ. അപ്പോൾ ആ ഒരു അഡ്സോർപ്ഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെല്ലുലോസ് കൂടുതലുള്ളൊരു പേപ്പർ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇതിന്റെ മേലെ ആണ് നമ്മൾ എന്ത് ചെയ്യുക? സാമ്പിൾ ലോഡ് ചെയ്യുക. ദെൻ ഇത് റൺ ചെയ്യാൻ വിടും. അപ്പോൾ റൺ ചെയ്യുന്നതിന് മുമ്പേ തന്നെ യു ഷുഡ് അറ്റാച്ച് ദിസ് അവർ സ്റ്റെബിലൈസിങ് മീഡിയ വിത്ത് ദി ബഫർ. ബഫറും സ്റ്റെബിലൈസിങ് മീഡിയയും തമ്മിൽ നമ്മളൊരു കണക്ഷൻ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ആ ഒരു കണക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ലാബിൽ നോർമലി ഉള്ള ഫിൽറ്റർ പേപ്പർ ഉണ്ടല്ലോ, നമ്മൾ വൈപ്പ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഫിൽറ്റർ പേപ്പർ, ആ ഫിൽറ്റർ പേപ്പർ ജസ്റ്റ് ഫോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ബെഡ് പോലെ മേക്ക് ചെയ്യുക. അതായത് ജസ്റ്റ് ഒരു 2 to 3 ലെയർ ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സ്പെസിഫിക് എന്താ പറയണ്ടേ ഡയമെൻഷനിൽ ഫോൾഡ് ചെയ്തിട്ട് അത് ബഫറും സ്റ്റെബിലൈസിങ് മീഡിയമായിട്ട് കണക്ട് ചെയ്യുക. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ there will be movement of ions from the buffer to this media and that also may get migrated through this. So ഈ ഒരു കറണ്ട് സപ്ലൈ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? സാമ്പിൾ മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ഫ്ലോ വരണ്ടേ, കറണ്ട് ഫ്ലോ വരണ്ടേ. അത് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ ഒരു ഫിൽറ്റർ പേപ്പറിന് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന ആ ഒരു അയോൺസ് ത്രൂ ആണ് അവിടെ കറണ്ട് ഫ്ലോ ഉണ്ടാവുകയും ദെൻ പ്രോട്ടീൻസ് അതിന് കണക്കായിട്ട് മൈഗ്രേറ്റ് ചെയ്യുകയും ചെയ്യാം. Okay, this is how the setup of paper electrophoresis. And now ഇതിന്റെ പ്രൊസീജിയർ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് ലോഡ് ദി ബഫർ ഇൻ ദി ബഫർ ട്രഫ്. ബഫർ ട്രഫിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണം? ബഫർ ലോഡ് ചെയ്യണം. ബഫർ ചൂസ് ചെയ്യുന്നത് ഏതാണോ സാമ്പിൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ടത് ആ സാമ്പിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബഫർ വേണം ചൂസ് ചെയ്യാൻ. ഇനി നെക്സ്റ്റ് തിങ്, പവർ സപ്ലൈ പ്രോപ്പർ ആണോ എന്ന് ഷുവർ ആക്കുക. മീൻസ് നമ്മൾ പൊതുവെ യൂസ് ചെയ്യുക ഒരു സ്ട്രിപ്പിന് 65 to 70 എന്നുള്ള രീതിയിലാണ് നമ്മുടെ ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന പവർ സപ്ലൈ. സോ അക്കോർഡിംഗ് ടു ദ മെഷീൻ ആൻഡ് ദി സാമ്പിൾ വിച്ച് വി വാണ്ട് ടു റൺ, make sure the adequate power supply is can be generated by the machine. Then next thing, we should load the sample into this stabilizing media. Stabilizing mediaയിൽ സാമ്പിൾ ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ സാമ്പിൾ ലോഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടേക്ക് ദി വാട്സ്മാൻ നമ്പർ 1 ഫിൽറ്റർ പേപ്പർ. ആ ഫിൽറ്റർ പേപ്പർ ഒരു സ്ട്രിപ്പ് ആയിട്ടൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു സ്ട്രിപ്പ് പേപ്പർ എടുക്കുക. ദെൻ അതിനുശേഷം അതിൻ്റെ ഒരു 1 എൻഡിൽ അതിൻ്റെ ഒരു ഇപ്പോൾ സപ്പോസ് ഇങ്ങനെ ഒരു റെക്ടാങ്കുലർ ഷേപ്ഡ് ഫിൽറ്റർ പേപ്പർ ആണെങ്കിൽ ഈ ഒരു 1 എൻഡിൽ യു ക്യാൻ ഡ്രോ ഒരു 2 സെൻറ്റിമീറ്റർ, അതായത് ജസ്റ്റ് ആ എൻഡിൽ നിന്ന് ഒരു 2 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് യു ക്യാൻ ഡ്രോ എ ലൈൻ വിത്ത് എ പെൻസിൽ. ദെൻ അതിൻ്റെ മേലെ മാർക്ക് സ്പോട്ട് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ്? ജസ്റ്റ് ടു ലോഡ് ദ സാമ്പിൾ. ഇവിടെ മൈക്രോ സാമ്പിൾ മാത്രമേ ആവശ്യമുള്ളൂ, അത്രയും മൈന്യൂട്ട് സാമ്പിൾ മതിയാവും. സോ അങ്ങനെയുള്ള സാമ്പിൾ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ആ സാമ്പിൾ ഒന്ന് ഡ്രൈ, കാരണം നമ്മൾ ലിക്വിഡ് സാമ്പിൾ ആയിരിക്കുമല്ലോ ലോഡ് ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്യാൻ വെക്കുക. ദെൻ ഡ്രൈ ചെയ്തതിന് ശേഷം ഇതെന്ത് ചെയ്യുക? ആ സ്ട്രിപ്പ് അങ്ങനെ എടുത്തിട്ട് ആ രണ്ട് ട്രഫ് കണ്ടിട്ടുണ്ടല്ലോ ഈ ഫിഗറിൽ, ഇപ്പം ഈ ഫിഗറിൽ ഈ രണ്ട് ട്രഫ്, ഇതിൻ്റെ രണ്ടിൻ്റെ ഇവിടെ ഒരു ഈ സ്റ്റെബിലൈസിങ് മീഡിയ പ്ലേസ് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ടാവും. ഈ സ്പേസിൽ സ്റ്റെബിലൈസിങ് മീഡിയ പ്ലേസ് ചെയ്യുക. ദെൻ ഈ സ്റ്റെബിലൈസിങ് മീഡിയ ഫിൽറ്റർ പേപ്പറുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ദെൻ സ്റ്റാർട്ട് ദി പവർ ദാറ്റ് മേ ഗെറ്റ് മൂവ്. സോ ദിസ് ഈസ് അബൌട്ട് ദി പ്രൊസീജിയർ ഓഫ് ഇലക്ട്രോഫോർസിസ്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഓഫ് അബൌട്ട് 20 volts per centimeter എന്നാണ് പറഞ്ഞത്. ഏതാണോ പേപ്പർ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ 1 സെൻറ്റിമീറ്ററിന് 20 volts നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതിന് കണക്കായിട്ട് നമ്മുടെ സാമ്പിൾ ഏതാണോ, നമ്മൾ ചൂസ് ചെയ്യുന്ന പേപ്പർ ഏതാണോ അതിനൊക്കെ അക്കോർഡിംഗ് ആയിട്ട് നമ്മൾ പവർ ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. Okay, then the charged particles of sample migrate along with strip
towards the respective electrodes. That you know well, because in our buffer and in our sample too, it consists of charged or uncharged molecules in it. Uncharged particles ഉണ്ടാവും. So അതിൽ charged particles, it can be either positive particle or negative particle. Cations ആവാം, anions ആവാം. So positive particles will move towards the negative electrode and negative particles will move towards the positive electrode. And this homogeneous group of particle will migrate as a separate band. അത് പോസിറ്റീവ് ആയിട്ടും എക്സിസ്റ്റ് ചെയ്യില്ല, നെഗറ്റീവ് ആയിട്ടും എക്സിസ്റ്റ് ചെയ്യില്ല. അങ്ങനെ ഒരു സെപ്പറേറ്റ് ബാൻഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. Then we should run this electrophoresis for 16 to 18 hours run ചെയ്യേണ്ടതായിട്ടുണ്ട്. Then separated proteins are fixed to a solid support using fixative. അതിനുശേഷം അതായത് ഇത് 16 to 18 hours റൺ ചെയ്തതിനു ശേഷം അസറ്റോണിലോ മെത്തനോണിലോ ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു സാമ്പിൾ സെപ്പറേറ്റ് ആയിരിക്കുന്ന കമ്പണൻസിനെ നമുക്ക് അവിടെ ഫിക്സ് ചെയ്യാൻ പറ്റും. ദെൻ ഈ പ്രോട്ടീൻസിന് ബ്രോമോഫിനോൾ ബ്ലൂ പറയുന്ന സ്റ്റെയിൻ യൂസ് ചെയ്തിട്ട്, ഇത് മാത്രമല്ല കേട്ടോ, ഇത് പ്രോട്ടീൻസിന് മാത്രമുള്ള സ്റ്റെയിനാണ് ബ്രോമോഫിനോൾ ബ്ലൂ. നമ്മൾ സുഡാൻ ബ്ലാക്ക് യൂസ് ചെയ്യും. അങ്ങനെ ഒരുപാട് ഫാറ്റ്സിനാണ് സുഡാൻ ബ്ലാക്ക്. അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റെയിൻസ് ഉണ്ട്. അപ്പോൾ ഇത് പ്രോട്ടീൻസിനാണെങ്കിൽ വി ക്യാൻ യൂസ് ബ്രോമോഫിനോൾ ബ്ലൂ. ഓക്കെ, അപ്പം അത് യൂസ് ചെയ്തിട്ട് സ്റ്റെയിൻ ചെയ്യാം. ദെൻ the separated protein appear as distinct band, ഒരു violet color band ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. Because then ഇതിന്റെ മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത് എന്താണ്? ലോങ് ഡ്യൂറേഷൻ ആണ്. അല്ല, ഇലക്ട്രോഫോർസിസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് നീഡ്സ് അബൌട്ട് 16 to 18 hours ആൻഡ് സംടൈംസ് ഇറ്റ് മേ ഷോസ് ആസ് ബ്ലേർഡ് മാർജിൻ. അതായത് പ്രോപ്പറായിട്ട് ബാൻഡ് ഫോം ചെയ്യാതെ സം ഗുഡ് റെസൊല്യൂഷൻ തരാതെ ബ്ലേർഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. Then observation എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ different fractions appears as blue colored bands across the filter paper starting from the moving boundary backwards. അതായത് എവിടെ നിന്നാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് ഇങ്ങോട്ടേക്കായിട്ടായിരിക്കും, അതായത് നെക്സ്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് എൻഡിൽ നിന്ന് ഇങ്ങോട്ടേക്കായിട്ടായിരിക്കും ബാൻഡ് ഫോം ചെയ്യുന്നുണ്ടാവാം. If a quantitative estimation is required, quantitative means നമുക്കിപ്പോൾ ഇത്ര ബാൻഡ്, ഇപ്പം പ്ലാസ്മ ആണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ 5 പ്രോട്ടീൻസ് ഉണ്ടെങ്കിൽ 5 ബാൻഡ് ആയിട്ട് നമുക്ക് ഉണ്ടാവുള്ളൂ. 5 കമ്പണൻസ് ഉണ്ട് എന്നേ മനസ്സിലാവുള്ളൂ. അതിൽ ഓരോ കമ്പണൻസും എത്ര ഉണ്ട് എന്നുള്ളത് നോക്കുന്നതാണ് എന്ത്? ക്വാണ്ടിറ്റേറ്റീവ് എസ്റ്റിമേഷൻ. സോ ഇഫ് യു നീഡ് ദിസ് ക്വാണ്ടിറ്റേറ്റീവ് എസ്റ്റിമേഷൻ, you should cut it carefully and scanned optically in densitometer. Densitometer എന്ന് പറയുന്ന ഒരു എക്യുപ്മെന്റ് യൂസ് ചെയ്തിട്ട് അത് സ്പെഷ്യലൈസ് ചെയ്തിട്ട് സ്കാൻ ചെയ്തെങ്കിൽ മാത്രമേ അതിനൊരു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് നമുക്ക് കിട്ടുള്ളൂ. Then in human plasma 5 different bands can be identified on paper electrophoresis. Actually 5 അല്ല പ്ലാസ്മ പ്രോട്ടീൻസ് ഉള്ളത്, അതിലും ഒരുപാടുണ്ട്. ബട്ട് ഈ പേപ്പർ ഇലക്ട്രോഫോറസിസ് ആണ് ചെയ്തതെങ്കിൽ we will get only 5 distinct band: alpha, beta, albumin, globulin, fibrinogen. ഈ globulin തന്നെ alpha 1 globulin and beta globulin will be there. Okay, this is a applications. Serum analysis for diagnostic purpose is routinely carried about paper electrophoresis. Main ആയിട്ട് serum, that is a plasma proteins ന് വേണ്ടിയിട്ട്. Then muscle proteins, egg white proteins, milk proteins, snake venom, insect venom analysis done by this technique. Thank you. That's all about the paper electrophoresis. So I'm uploading this paper electrophoresis tutorial in 2 parts, part 1 and part 2. All of you go through that. Okay, thank you.